അടുത്ത ഇന്റേൺഷിപ്പ്. എന്താണ് ഇന്റേൺഷിപ്പ്? ടെമ്പററി വർക്ക് എക്സ്പീരിയൻസ് ഇൻ എ റിയൽ വേൾഡ് സെറ്റിംഗ് ഓർ എൻവയോൺമെന്റ്. അപ്പോൾ അത് ടെമ്പററി ആണ്, പക്ഷേ റിയൽ വേൾഡ് ആണ്. ഇനി എങ്ങനെ നമുക്കൊരു നല്ല ഇന്റേൺഷിപ്പ് തിരഞ്ഞെടുക്കാം? അതിനു മുമ്പ് ഇന്റേൺഷിപ്പിനെ പറ്റി അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇന്റേൺഷിപ്പ് പ്രധാനമായിട്ട് 2 ടൈപ്പിലുണ്ട്. ഒന്ന് പെയ്ഡ്, മറ്റൊന്ന് അൺപെയ്ഡ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പിന് പോവുക. അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ ആ ഫീൽഡിൽ തന്നെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ജോലി ചെയ്യാനും ആഗ്രഹം. ആ ഒരു രീതിയിലാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ അൺപെയ്ഡ് ആയിട്ട് ഒരു ഇന്റേൺഷിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ, അതിലും എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് 2 months മാക്സിമം 3 months. ഇനി ഇന്റേൺഷിപ്പിനകത്ത് മറ്റു ചില ഓപ്ഷൻസും ഉണ്ട്. അത് ചിലപ്പോൾ കമ്പനികൾ പുറത്ത് പറഞ്ഞെന്നിരിക്കില്ല. ഇപ്പം ഞാനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില കമ്പനികൾ ഇന്റേൺസിനെ എടുക്കുന്നത് തന്നെ അവരെ ട്രെയിൻ ചെയ്ത് കമ്പനിയിലേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇങ്ങനെ ഇന്റേൺസിനെ എടുക്കുന്ന കമ്പനിയുടെ ഈ റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റീസിൽ വരുന്ന ഡിലേയും അതിനകത്ത് വരുന്ന എക്സ്പെൻസസും അതിനകത്ത് വരുന്ന മറ്റ് തടസ്സങ്ങളൊക്കെ ഒരുപാട് ഓവർകം ചെയ്യാൻ വേണ്ടി കമ്പനിയെ സഹായിക്കും. ഇപ്പോൾ പുതിയ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ എക്സ്പാൻഷൻ പ്ലാനൊക്കെ ഉള്ള കമ്പനികൾ ശരിക്കും അതിന് വളരെ മുമ്പ് തന്നെ ഇന്റേൺസിനെ എടുത്ത് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി അവർ പ്രിപ്പയർ ചെയ്തെടുക്കാറുണ്ട്. ഈ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നിങ്ങൾ ഓൺലൈനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സ് വഴിയോ ഒക്കെ അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത ആരെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. കാരണം ഇന്റേൺഷിപ്പിനെ പറ്റി ചില ഭാഗങ്ങളിൽ നിന്നെങ്കിലുമൊക്കെ ഇങ്ങനെ അത്ര നല്ലതല്ലാത്ത ഫീഡ്ബാക്ക് വരുന്നുണ്ട്. വർക്ക് ലോഡ് കൂടുതലാണ്, അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല. കമ്പനിയിൽ ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ഇന്റർവ്യൂ സമയത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരേ ഷേപ്പിൽ ഒരേ സാധനം ഉണ്ടാക്കുന്ന ഒരു ജോലി ആണ് നിങ്ങൾക്ക് ആ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരേ ജോലി, ഒരു സാധനം എടുക്കുക, അതിനെ ഒരു പ്രത്യേക ഷേപ്പിലാക്കുക, അതുപോലെ എത്രയെണ്ണം ചെയ്യാൻ പറ്റും. അതിപ്പം നിങ്ങൾക്ക് ഇന്ന് 10 ചെയ്യുന്നത് നാളെ 15 ചെയ്യാൻ പറ്റുമായിരിക്കും. അവസാനം നിങ്ങൾക്ക് 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് 50 ചെയ്യാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്തത് ഒരേ ജോലിയാണ്. നിങ്ങൾ കൂടുതലായിട്ടുള്ള എക്സ്പോഷറോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്കൊരു ലേണിങ്ങോ കിട്ടിയെന്നിരിക്കത്തില്ല. റിയൽ വേൾഡ് എൻവയോൺമെൻറ്റിലുള്ള സെറ്റിങ്ങിലുള്ള ആ ജോലി എന്താണ് എന്ന് പഠിച്ചെടുക്കുന്നത് കൂടാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റിൽ ആണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു നേട്ടമാണ്. 2, നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്ത ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിക്കാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ടുള്ളൊരു ലേണിംഗ് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള കമ്പനികൾ ഉദ്ദേശിക്കുന്നത് 2 മാസം നിങ്ങളുടെ ഒരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒരു 3-4 പേരെ എടുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരെയും തന്നെ അബ്സോർവ് ചെയ്യാനാണ് കമ്പനിയുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം കമ്പനികൾ ഇന്റേൺഷിപ്പ് ഓഫർ ചെയ്യാറില്ല. ഇനി ഇന്റേൺഷിപ്പിന് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള സാലറി, ഒരു പെർമനന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന സാലറി ഓഫർ ചെയ്യാറില്ല. അതിന് പകുതിയോ ചിലപ്പോൾ അതിലും താഴെയോ ഒക്കെ ആയിരിക്കും പല കമ്പനികളും ഇന്റേൺഷിപ്പ് കാലത്ത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എന്നാലും ഒരു മിനിമം സാലറി ഓഫർ ചെയ്യുന്ന കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. റീസണബിൾ ആയിട്ടുള്ള ഒരു സാലറി, ഒരു എൻട്രി ലെവൽ, നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കിട്ടുന്ന ഒരു സ്റ്റൈപ്പൻഡ്, അങ്ങനെ എന്തെങ്കിലും തരുന്ന ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഇന്റേൺഷിപ്പ് എവിടെ അപ്ലൈ ചെയ്യാം? മിക്കവാറും ഒരുപാട് കമ്പനികൾ ഇപ്പോൾ കമ്പനി വെബ്സൈറ്റിൽ തന്നെ ഇന്റേൺഷിപ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇന്റേൺശാല, ഫ്രഷേഴ്സ് വേൾഡ്, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളിൽ, അതല്ല എന്നുണ്ടെങ്കിൽ Naukri.com, Indeed, അപ്ന ജോബ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ജോബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില നല്ലതല്ലാത്ത ആക്ടിവിറ്റികളെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ഇനി വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ തരുന്ന ഒരു വാണിംഗ് എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു കാരണവശാലും ₹1 പോലും നിങ്ങളുടെ ഒരു ജോബ് സെർച്ചിനോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് സെർച്ചിനോ വേണ്ടി നിങ്ങൾ ചിലവാക്കരുത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പേയ്മെൻറ്റ് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക അതിൻ്റെ പിന്നിൽ ശരിയായിട്ടുള്ള ഒരു ഉദ്ദേശമല്ല ഉള്ളത്. അതുപോലെ അടുത്ത വീഡിയോകളിൽ പറയാൻ പോകുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കാം. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഇന്റേൺശാലയിലോ അല്ലെങ്കിൽ ഫ്രഷേഴ്സ് വേൾഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ അപ്ലൈ ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ നിങ്ങൾ അലേർട്ടായിരിക്കണം. ഏതെങ്കിലും ചാറ്റ് വരുന്നുണ്ടോ, കോൾസ് വരുന്നുണ്ടോ,
അപ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. നമ്മുടെ ഈ എച്ച് ആറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും പറയും ഈ ഇൻറ്റേൺസ് 100-125 ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാറ്റിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നവർ വളരെ കുറവാണെന്ന്. അപ്പോൾ അത് ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിലേക്കുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ട് അതിനെ എടുക്കാൻ നോക്കുക. അതുപോലെ നിങ്ങളുടെ കരിയർ ലൈഫിനകത്ത് ഏത് സെക്ടർ തിരഞ്ഞെടുക്കണം എന്നുള്ളതിനും ചിലപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നിരിക്കും. അതുപോലെ നിങ്ങൾ പഠിച്ച ഫീൽഡിൽ തന്നെ, നിങ്ങളുടെ ഗ്രാജുവേഷനോ PGയോ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അതുകൂടാതെ ഫൈനലി നിങ്ങൾ ഏത് ഫീൽഡിലേക്കുള്ള ജോബാണ് നോക്കുന്നത് ആ ഫീൽഡിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഫൈനലി നേച്ചർ ഓഫ് ജോബ്, ടൈമിങ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂറേഷൻ, സ്റ്റൈപ്പൻഡ്, പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ഹോളിഡേയ്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് അവിടെ ലേണിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അതല്ല നിങ്ങൾക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടോ, ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇൻറ്റേൺഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു തൊഴിൽ അന്വേഷകനാണ്, ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.